മറ്റൊരു വാർത്തയിലേക്ക്. മുംബൈ ഭീകരാക്രമണ കേസിന്റെ സൂത്രധാരൻ തഹാവൂർ റാണയെ സഹായിച്ചതിന് NIA കസ്റ്റഡിയിലെടുത്തത് കൊച്ചി സ്വദേശി എന്ന സൂചന. കൊച്ചിയിൽ നിന്നുള്ള 3 ഉദ്യോഗസ്ഥർ അടക്കമുള്ള സംഘം ഇയാളെ ചോദ്യം ചെയ്തു വരികയാണ്. റാണയ്ക്ക് കൊച്ചിയിൽ സഹായം ചെയ്ത വ്യക്തികളിൽ ഒരാളാണ് എന്ന കണ്ടെത്തലിനെ തുടർന്നാണ് കൊച്ചിയിൽ നിന്നുള്ള ഉദ്യോഗസ്ഥർ കൂടി എത്തിയിട്ടുള്ളത്. ടോം കുര്യാക്കോസ് ആണ് ചേരുന്നത്. ടോം, തഹാവൂർ റാണ കൊച്ചിയിൽ എത്തിയിരുന്നു. അത് തീവ്രവാദ പ്രവർത്തനങ്ങളിലേക്ക് ആളുകളെ റിക്രൂട്ട് ചെയ്യുന്നതിന് വേണ്ടിയായിരുന്നു എന്ന കണ്ടെത്തലിലേക്ക് NIA അടക്കം എത്തിയ പശ്ചാത്തലമുണ്ട്. പക്ഷേ ആരൊക്കെയാണ് കൊച്ചിയിൽ സഹായം നൽകിയത്? അവരിൽ ചിലരെങ്കിലും ഇപ്പോൾ വിദേശത്താണ് എന്ന നിലയിലുള്ള സൂചനകളൊക്കെ പുറത്തുവരുന്ന പശ്ചാത്തലമാണല്ലോ ഉള്ളത്. ടോം, അഭിലാഷ്, 2008 നവംബർ 16, 17 തീയതികളിലാണ് തഹാവൂർ റാണ കൊച്ചിയിലെത്തിയതായിട്ടുള്ള വിവരങ്ങൾ ലഭ്യമായിരിക്കുന്നത്. അതായത് തഹാവൂർ റാണ കൊച്ചിയിലെത്തിയപ്പോൾ താമസിച്ചത് താജ് റെസിഡൻസിയിലാണ്. ഈ റിക്രൂട്ട്മെന്റിന് വേണ്ടിയാണ് തഹാവൂർ റാണ കൊച്ചിയിൽ എത്തിയതെന്നും അതിനുവേണ്ടി അദ്ദേഹത്തിന് കൊച്ചിയിൽ കേരളത്തിലുള്ള ചിലർ സഹായം നൽകി എന്നതുൾപ്പെടെയുള്ള വിവരങ്ങൾ NIAക്ക് ലഭ്യമായിട്ടുണ്ട്. തഹാവൂർ റാണയെ ചോദ്യം ചെയ്തതിൽ നിന്നാണ് ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ലഭിച്ചത്. ഇതേ തുടർന്ന് കഴിഞ്ഞ ദിവസം തഹാവൂർ റാണയുമായി ബന്ധപ്പെട്ട ഒരാളെ, ഈ കേസുമായി ബന്ധപ്പെട്ട ഒരാളെ NIA കസ്റ്റഡിയിലെടുത്തിരുന്നു. ഈ കസ്റ്റഡിയിലെടുത്ത വ്യക്തിയാണ്, നിലവിൽ NIAയുടെ കസ്റ്റഡിയിലുള്ള വ്യക്തിയാണ് തഹാവൂർ റാണയ്ക്ക് കൊച്ചിയിൽ എല്ലാവിധ സഹായങ്ങളും ചെയ്തു നൽകിയത് എന്ന വിവരങ്ങളാണ് NIAക്ക് ലഭിച്ചിരിക്കുന്നത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് കൊച്ചിയിൽ നിന്നുള്ള 3 NIA ഉദ്യോഗസ്ഥരും നിലവിൽ ഈ തഹാവൂർ റാണയെ ചോദ്യം ചെയ്യാനാണ് ഇവിടെ എത്തിയിരിക്കുന്നത്. വിശദമായി തന്നെ ചോദ്യം ചെയ്യുന്നുണ്ട്. കാരണം തഹാവൂർ റാണ കൊച്ചിയിൽ എത്തിയപ്പോൾ 2008 ആരൊക്കെ സഹായം ചെയ്തു നൽകി, കേരളത്തിലുള്ള ആളുകളുമായി ബന്ധം, ആരൊക്കെയായിട്ടാണ് ബന്ധമുള്ളത് തുടങ്ങിയ കാര്യങ്ങളാണ് പ്രധാനമായും പരിശോധിക്കുന്നത്. കാരണം കൃത്യമായും കേരളത്തിലുള്ള ചില ആളുകൾ സഹായം നൽകിയിട്ടുണ്ട് എന്ന് NIAക്ക് നേരത്തെ തന്നെ വിവരം ലഭിച്ചതാണ്. അത് തഹാവൂർ റാണയുടെ കേരള ബന്ധം NIA പ്രധാനമായി അന്വേഷിക്കുന്നുണ്ട്. 2008 കൊച്ചിയിലെത്തിയ റാണയെ സഹായിച്ചവർ ആരൊക്കെ എന്നതിൽ കേന്ദ്രീകരിച്ചാണ് അന്വേഷണം നടക്കുന്നത്. ഭീകരരെ റിക്രൂട്ട് ചെയ്യാനാണ് തഹാവൂർ റാണ കൊച്ചിയിലെത്തിയതെന്ന് റാണ തന്നെ NIAയോട് പറഞ്ഞിരുന്നു. ചോദ്യം ചെയ്യലിൽ പല കാര്യങ്ങളോടും വ്യക്തമായ പ്രതികരണം ഇപ്പോഴും തഹാവൂർ റാണ നൽകുന്നില്ല. ചോദ്യങ്ങളിൽ നിന്നും ഒഴിഞ്ഞു മാറുന്ന രീതിയാണ് റാണ തുടരുന്നത്. 2005 മുതൽ മുംബൈയിൽ ഭീകരാക്രമണത്തിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പുകൾ റാണയടക്കമുള്ള പ്രതികൾ തുടങ്ങിയെന്നാണ് വിവരം ലഭിച്ചത്. മാത്രമല്ല, കൊച്ചിയിൽ മാത്രമല്ല, ഇന്ത്യയിലെ പല പ്രധാനപ്പെട്ട നഗരങ്ങളിലും തഹാവൂർ റാണ ഈ ഭീകരാക്രമണത്തിന് പദ്ധതിയിട്ടിരുന്നു. അതിനായി കൊച്ചി ഉൾപ്പെടെയുള്ള പല നഗരങ്ങളും സന്ദർശിച്ചിരുന്നു, പല ദിവസങ്ങൾ അവിടെ ചെലവഴിച്ചിരുന്നു തുടങ്ങിയ വ്യക്തമായ വിവരങ്ങൾ ലഭ്യമായിട്ടുണ്ട്. പക്ഷേ തഹാവൂർ റാണ ഇപ്പോഴും ഈ ചോദ്യങ്ങളോട് കൃത്യമായി സഹകരിക്കുന്നില്ല. NIA ഉദ്യോഗസ്ഥരുടെ പല ചോദ്യങ്ങൾക്കും മൗനമാണ് മറുപടി. തഹാവൂർ റാണയുടെ ദുബായ് ബന്ധവും NIA പരിശോധിക്കുന്നുണ്ട്. ദുബായ് വെച്ച് റാണ അധോലോക കുറ്റവാളി ദാവൂദ് ഇബ്രാഹിമുമായി കൂടിക്കാഴ്ച നടത്തിയായിട്ടുള്ള വിവരങ്ങളും NIAക്ക് ലഭിച്ചിട്ടുണ്ട്. റിക്രൂട്ട്മെന്റിന് പുറമെ കൊച്ചിയിലടക്കം ഭീകരപ്രവർത്തനം ലക്ഷ്യം വെച്ചിരുന്നതായും NIA കണ്ടെത്തിയിട്ടുണ്ട്. തഹാവൂർ റാണയെ ആരൊക്കെയാണ് കൊച്ചിയിൽ സഹായിച്ചത്? ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട ഒരാൾ കസ്റ്റഡിയിലുണ്ട് എന്ന സൂചനകൾ ആണ് പുറത്തുവരുന്നത്. പക്ഷേ NIA കേന്ദ്രങ്ങൾ, ഇത്തരം വിവരങ്ങൾ NIA കേന്ദ്രങ്ങളിൽ നിന്ന് പുറത്തേക്ക് വരിക എന്നത് അത്രമേൽ സാധ്യമാകുന്ന ഒന്നല്ല. കൃത്യമായ ഇൻപുട്ടുകൾ പലപ്പോഴും NIAയിൽ നിന്ന് ലഭിക്കാറില്ല. പക്ഷേ ഇപ്പോൾ ലഭിക്കുന്ന വിവരങ്ങൾ അനുസരിച്ച് NIA ചില കണ്ടെത്തലുകളിലേക്ക്, ആളുകളിലേക്കൊക്കെ എത്തുന്നു എന്നുള്ളതാണ്.